ഹലോ എക്സാമിനർ ഫാമിലി, നമ്മുടെ പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒരു ഡയറിയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ലൈക്കും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡയറി നോക്കാം. ചോദ്യം: ബേട്ടി കെ ആസുനാമാനെ ബാദുഷാ കെ മൻ കോ വിചലിത് കർ ദിയ. മകളുടെ ആ കണ്ണുനീർ കുറിപ്പ് നമ്മുടെ അച്ഛനായ ബഹാദൂർ ഷാ സഫറിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ വേ ഉസ് ദിൻ കി ഡയറി മേ ഇസ്കാ സിക്ർ കർത്തേ ഹെ. അദ്ദേഹം ആ ഒരു ദിവസത്തെ ഡയറിയിൽ ഇതിനെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. വഹ് ഡയറി തയ്യാർ കരെ, ആ ഡയറി തയ്യാറാക്കുക. അപ്പോൾ ഇത് ഏത് ചാപ്റ്ററിലേതാണ്? ബേട്ടി കെ നാം എന്ന രണ്ടാമത്തെ ചാപ്റ്റർ അല്ലേ. ജവാബി പത്രാണ് അല്ലേ. ജവാബി പത്രം പറഞ്ഞ ഒരു മറുപടി കത്തായിരുന്നു നമുക്ക് പഠിക്കാറുണ്ടായിരുന്ന രണ്ടാമത്തെ ചാപ്റ്റർ. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഇത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. യെസ്, അപ്പോൾ ഡയറി എഴുതുമ്പോൾ വലതുവശത്ത് എന്ത് ചെയ്യണം, ഡേറ്റും ദിവസമൊക്കെ എഴുതാം. മംഗൾവാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മംഗൾവാർ എന്ന് പറഞ്ഞാൽ ഏതാ ദിവസം? യെസ്, തിങ്കളാഴ്ചയാണോ? തിങ്കളാഴ്ചയല്ല, ചൊവ്വാഴ്ചയാണ്. അപ്പോൾ തിങ്കളാഴ്ച എന്ന് ആരെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് ആ കമൻറ്റ് സെക്ഷനിലൂടെ എന്ത് ചെയ്യുക, അറിയിക്കുക. പലർക്കും തെറ്റിപ്പോകുന്നതാണ് മംഗൾവാർ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചയാണെന്ന്. മംഗൾവാർ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചയല്ല, ചൊവ്വാഴ്ചയാണ് കേട്ടോ. ഓക്കെ, ബേട്ടിക്ക് ഖത്ത് മില, മകളുടെ കത്ത് കിട്ടി. വോ സിർഫ് ഖത്ത് നഹീ ഥി, അത് ഒരു വെറും കത്ത് മാത്രമായിരുന്നില്ല. ആസുനാമ ഥ, ആസുനാമ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണുനീർ കുറിപ്പായിരുന്നു അല്ലേ. പിന്നെ ബേട്ടേനെ പഠിക്കർ സുനായ, മകൻ അത് വായിച്ച് കേൾപ്പിച്ചു തന്നു. ഏക് ബാർ നഹീം തീൻ ബാർ, ഒരു തവണയല്ല 3 തവണ. ഫിർ ഭി ദിൽ കോ കരാർ നഹി ആയ, എന്നിട്ടും മനസ്സിന് സമാധാനം വന്നില്ല, സമാധാനം ലഭിച്ചില്ല. മേരി ആംഖേം ആസു സെ ഭർ ഗയി, എൻ്റെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. ഓക്കെ, മകളുടെ കത്ത് ഡൽഹിയിൽ നിന്ന് വന്ന കത്താണ് അല്ലേ. ആ ഒരു കത്ത് വായിച്ചപ്പോൾ അച്ഛന് വളരെയധികം സങ്കടം വന്നു, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു. ദില്ലി കി കൈദി മേ മേരി ബേട്ടി കി ഹാലത്ത് അബ് കൈസി ഹോഗി. ദില്ലി കി കൈദി മേ, ഡൽഹിയിലെ ആ തടവറയിൽ, മേരി ബേട്ടി കി ഹാലത്ത്, എൻ്റെ മകളുടെ അവസ്ഥ, അബ് കൈസി ഹോഗി, ഇപ്പോൾ എങ്ങനെയായിരിക്കും. ഉസേ ഏക് ബാർ ഫിർ ദേഖ്നെ കി ഇച്ഛാ ഹെ, അവളെ ഒരിക്കൽ കൂടി കാണണമെന്ന് ആഗ്രഹമുണ്ട്. പർ കേസെ, പക്ഷേ എങ്ങനെ. മേൻ തോ കാലാപാനി മേ ഹൂം, ഞാനിപ്പോൾ കാലാപാനിയിലാണ്. കാലാപാനി എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ പഴയ സിനിമയല്ല. ഏറെക്കുറെ അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്താണ് കാലാപാനി എന്ന് പറഞ്ഞാൽ? നാട് കടത്തുന്ന ശിക്ഷ. നാട് കടത്തുന്ന ശിക്ഷയാണ് കാലാപാനി എന്ന് പറയും കേട്ടോ. ഓക്കെ, പിന്നെ അപ്നെ ദേശ് ദില്ലി സേ സൈക്കഡോം കോസ് ദൂർ റംഗൂൺ മേ, തൻ്റെ രാജ്യമായ ഡൽഹിയിൽ നിന്നും സൈക്കഡോം കോസ് ദൂർ അല്ലേ, 100 കണക്കിന് മൈൽ അകലെയുള്ള റംഗൂൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അബ് യഹാം നവഹ് ലാൽ കില ഹേ ന പഹരേദാർ, ഇവിടെ ചെങ്കോട്ടയുമില്ല, കാവൽക്കാരുമില്ല. ലാൽ കില എന്ന് പറഞ്ഞാൽ ചെങ്കോട്ട, പഹരേദാർ എന്ന് പറഞ്ഞാൽ കാവൽക്കാർ. ബസ് ലക്കടി കാ ഏക് പുരാന സ മകാൻ ഹേ, മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പഴയ കെട്ടിടം മാത്രമാണുള്ളത്. ലക്കടി എന്ന് പറഞ്ഞാൽ മരം അല്ലേ. പുരാന സ മകാൻ, ഒരു പഴയ കെട്ടിടം. ജോ ബർസാത്ത് മേൻ ടപക്താ ഹേ, മഴക്കാലത്ത് ഉറ്റി വീഴുന്ന അല്ലെ, വെള്ളം ഉറ്റി വീഴുന്ന ഒരു പൊളിഞ്ഞ് വീഴാനായിട്ടുള്ള ഒരു കെട്ടിടം മാത്രമാണത്. ജിസ്മേൻ 2-4 കമരോ കെ സിവാ ജ്യാദ ഗുഞ്ചായിഷ് നഹീ ഹേ, അതിൽ 2-4 മുറികൾക്കപ്പുറം കൂടുതൽ പ്രതീക്ഷയൊന്നുമില്ല. ആകെ 2-4 മുറികൾ മാത്രമുള്ള ഒരു ചെറിയ പൊളിഞ്ഞു വീഴാനായിട്ടുള്ള ഒരു കെട്ടിടമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം. ഏക് ബാർ ഫിർ മേരെ ദേശ് ഔർ ദേശവാസിയോं को देखने की इच्छा है. ഏക് ബാർ ഫിർ അല്ലെ, ഒരിക്കൽ കൂടി മേരെ ദേശ്, എൻ്റെ രാജ്യവും അതുപോലെ ദേശവാസിയും രാജ്യത്തുള്ളവരെയും देखने की इच्छा है, കാണുവാനുള്ള ആഗ്രഹമുണ്ട്. ലേക്കിൻ പക്ഷേ അബ് ഹം അംഗ്രേസോ കെ ഗുലാം ബൻ ഗയേ ഹേ, പക്ഷേ ഇപ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമകളായി മാറിയിട്ടുണ്ട്. ഗുലാം എന്ന് പറഞ്ഞാൽ എന്താ? ഗുലാം എന്ന് പറഞ്ഞാൽ അടിമ. പിന്നെ മേരെ ദേശ് കോ അംഗ്രേസിയോं से कैसे बचाऊं, മേരെ ദേശ് കോ, എൻ്റെ രാജ്യത്തെ, അംഗ്രേസിയോं से ബ്രിട്ടീഷുകാരിൽ നിന്നും कैसे बचाऊं, എങ്ങനെ രക്ഷിച്ചെടുക്കും. ബേട്ടി കെ നാം പർ ജവാബി പത്ര ലിഖാ ഹെ, മകളുടെ പേരിൽ ഒരു മറുപടി കത്തൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ലേക്കിൻ പതാ നഹീ, പക്ഷെ അറിയില്ല. കി വോ कैसे ദില്ലി തക് പഹുഞ്ചാഹും, അതെങ്ങനെയാണ് ഡൽഹി വരെ എത്തിക്കുക എന്നുള്ളത് അറിയില്ല. സുൻതാഹും, കേൾക്കുന്നുണ്ട്. വേ ആദ്മി ഭരോസെ കെ കാബിൽ ഹെ, ആ ആൾ വിശ്വസ്തനാണെന്ന്. ഭരോസയ്ക്ക് കാബിൽ എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വസ്തനാണ്. ഞാൻ ഈ കത്ത് ഏൽപ്പിച്ച ആൾ വിശ്വസ്തനാണെന്ന് കേൾക്കുന്നുണ്ട്. ജിൻകെ ഹാത്ത് യേ ഖത്ത് ഭേജാ ജായേഗ, ആരുടെ കയ്യിലാണോ ഞാൻ ഈ കത്ത് കൊടുത്തയക്കുന്നത്. ബേട്ടി കെ ബാരെ മേ, മകളെക്കുറിച്ചും, ദേശ് കെ ബാരെ മേ, രാജ്യത്തെക്കുറിച്ചും സോച്ച് കർ, ചിന്തിച്ച്, ഹമേഷാ കി തരഹ്, പതിവ് പോലെ നീന്ത് ബി നഹി ആത്തി, ഉറക്കവും വരുന്നില്ല.
ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറിയാണ്. എല്ലാവരും എന്ത് ചെയ്യണം, ഈ ഡയറി നന്നായിട്ട് പഠിക്കണം. 6 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഡയറി സെറ്റായില്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിൻ്റെ നോട്ട്സാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. അതിനനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോസ് അങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ആക്കി വെക്കുക. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഇതിനേക്കാൾ അടിപൊളിയായിട്ട് നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബാച്ചിൽ ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ എന്ത് ചെയ്യുക, പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.